ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട്. എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ പണം തിരിച്ചടച്ചെന്നാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയിൽ മറുപടി നൽകിയത്. കഴിഞ്ഞ മാസം 28-നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ മറുപടി നൽകിയത്. ഓഡിറ്റ് വിവരങ്ങൾ അടക്കം പരാമർശിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം മുൻകൂറായി നൽകിയ 2 കോടി തിരിച്ചടച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ യഥാർത്ഥ വിവരം സഭയിൽ നിന്ന് മറച്ചാണോ മറുപടി നൽകിയതെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ മന്ത്രിയുടെയും സർക്കാരിന്റെയും വാദം പൊളിയുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഭക്ഷണത്തിലടക്കം കണക്കിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ച തുകയുടെ GST ഇൻപുട്ട് ക്രെഡിറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഹോട്ടൽ ബില്ലുകളിൽ പലതിലും GST നമ്പർ ഇല്ല. അതിനാൽ ഇൻപുട്ട് ക്രെഡിറ്റായി കിട്ടേണ്ട തുക വാങ്ങാനാവില്ല. കലാപരിപാടികൾക്ക് എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുക ചെലവിട്ടു. VIP ഏരിയയിൽ ഭക്ഷണം വിളമ്പിയതിനും കണക്കിൽപ്പെടുത്താത്ത തുക ചെലവിട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട്. ദേവസ്വം മുൻകൂറായി നൽകിയ 2 കോടി സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചടച്ചിട്ടില്ലെന്നും 2 കോടിയുടെ സ്പോൺസർ ആരെന്നതിൽ അവ്യക്തതയുണ്ടെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചിട്ടില്ല. എല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കുമെന്ന് പറഞ്ഞ് മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. കണക്കുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും മന്ത്രി തയ്യാറായിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേടെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നതെന്നും സാമ്പത്തിക സുതാര്യതയില്ലെന്നും കൃത്യമായ കണക്കും ബില്ലുകളുമില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണമടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് 10% അധിക തുകയ്ക്ക് കരാർ നൽകിയത്. കണക്കുകളിൽ GST ബില്ലുകളടക്കം ഇല്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരാറുകളൊന്നും ഓഡിറ്റിംഗിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകളൊന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.